ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10ാം സ്കന്ധത്തിലെ അധ്യായം 51 ശ്ലോകം 55 മുതലാണ് നമുക്ക് കാണേണ്ടത്. അതായത് മുചുകുന്ദ മോക്ഷം എന്ന അധ്യായമാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. ആ മുചുകുന്ദ മോക്ഷത്തിന്റെ അവസാന ഭാഗങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുക. ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം വന്ദേഹം ശ്രീഗുരും ശ്രീയുധ പദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനുതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേവോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ മുചുകുന്ദ മോക്ഷം എന്ന അധ്യായത്തിന്റെ 55 ശ്ലോകം മുതൽ നമുക്ക് നോക്കാം. അതായത് ശ്ലോകം 55 പറയുന്നു: ന കാമയേ അന്യം തവ പാദസേവന കിഞ്ചന പാർത്യം തം ആദ്വാരം വിഭോ ആരാധ്യ കസ്ത്വാം ഹി വർഗദം ഹരേ വൃണീത ആര്യോ വരമാത്മബന്ധനം. അതായത്, അല്ലയോ സർവശക്തനായ ഭഗവാനെ. ഇവിടെ മുചുകുന്ദൻ ഭഗവാന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ പറയുന്നു: ഹേ സർവശക്തനായ അങ്ങയുടെ പാതാരബിന്ദങ്ങളെ സേവിക്കുന്നത് ഒഴികെയുള്ള ഒരു വരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭൗതിക ആസക്തികൾ വെടിഞ്ഞവരൊക്കെ ആശിക്കുന്നത് അതിനു വേണ്ടിയാണല്ലോ. അല്ലയോ മോക്ഷപ്രദായകനായ ശ്രീ ഹരി, ആത്മ അവബോധം ലഭിച്ച് അങ്ങയെ ആരാധിക്കുന്ന ഏതൊരുവനാണ് ബന്ധനത്തിന് കാരണമാകുന്ന മറ്റു വരങ്ങൾ ചോദിക്കുക. ഇവിടെ മുചുകുന്ദനോട് ഭഗവാൻ എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മുചുകുന്ദൻ പറയാണ്: അല്ലയോ ഹരി, അങ്ങയുടെ പാതാരവിന്ദങ്ങൾ ഒഴികെ മറ്റൊരു വരവും എനിക്ക് ആവശ്യമില്ല എന്നിവിടെ പറയുന്നു. കാരണം മറ്റു വരങ്ങൾ എന്ത് നേടിയാൽ തന്നെയും അതെല്ലാം ബന്ധനമുക്തമാണ്. അതായത് ബന്ധനത്തിന് ഹേതുവാണ്, മുക്തനാകുന്നില്ല. അപ്പോൾ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ശരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ എല്ലാത്തിൽ നിന്നും ബന്ധനമുക്തനാകാൻ സാധിക്കൂ എന്ന് ഇവിടെ മുചുകുന്ദൻ ഓർക്കുന്നു. ശ്ലോകം 56 നോക്കാം. അങ്ങനെ മുചുകുന്ദൻ ആഗ്രഹിക്കുന്നത് എന്തും നൽകാമെന്ന് ഭഗവാൻ പ്രസ്താവിച്ചു. മുചുകുന്ദനാകട്ടെ ഭഗവാനെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചില്ല. ഇതാണ് പരിശുദ്ധമായ കൃഷ്ണാവബോധം. ശ്ലോകം 56 നോക്കാം. തസ്മാദിസൃജ്യ ശിഷ്യായിഷ സർവദോ രജസ്തമസ്തത്വഗുണാനുബന്ധന നിരഞ്ജനം നിർഗുണം അദ്വയം പരം ത്വാം ജ്ഞാപാപ്തി മാത്രം പുരുഷം വ്രജാമ്യഹം. അതായത്, അതിനാൽ സത്വരജ തമോ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഭൗതിക മോഹങ്ങളും വെടിഞ്ഞ് പരമപുരുഷനായ ഭഗവാനെ ഞാൻ അഭയം പ്രാപിക്കുന്നു. നിരഞ്ജനും നിർഗുണനും പരമനിരപേക്ഷ സത്യവും ശുദ്ധജ്ഞാന സ്വരൂപനുമായ ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നതായി മുചുകുന്ദൻ പറയുന്നു. ഭാവാർത്ഥം നോക്കാം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനായി സ്ഥിതി ചെയ്യുന്ന ഭഗവാനാണ് എന്ന അർത്ഥമാണ് നിർഗുണം എന്ന വാക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശരിക്കും നിർഗുണൻ എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാര് ഭഗവാൻ ഒരു ഗുണവും ഇല്ല എന്ന് തെറ്റിദ്ധരിക്കുന്നു. നിർഗുണൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചറിൽ നിന്ന് തികച്ചും അധീനനാണ് എന്ന് കാണിക്കുന്നതാണ് നിർഗുണൻ എന്ന പദത്തിന്റെ അർത്ഥം. അതായത് സത്വരജൻ തമോ ഗുണം രജോ ഗുണം, ഈ 3 ഗുണങ്ങൾക്കും അപ്പുറമാണ് ഭഗവാൻ എന്നാണ് നിർഗുണൻ എന്ന വാക്കിനർത്ഥം. ഭാവാർത്ഥം നോക്കാം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനായി സ്ഥിതി ചെയ്യുന്നവനാണ് ഭഗവാൻ എന്നാണ് നിർഗുണം എന്ന വാക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൃഷ്ണന്റെ ശരീരം ഭൗതിക പ്രകൃതി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചിലർ വാദിച്ചേക്കാം. എന്നാൽ ഭഗവാൻ നിർഗുണനുമാണ്. അതുപോലെ തന്നെ ഈ ഭൗതികമായിട്ടുള്ള ശരീരമല്ല ഭഗവാന്റെ ശരീരം, അത് അതീന്ദ്രിയമാണ് എന്ന് ബുദ്ധിമാന്മാർക്ക് അല്ലെങ്കിൽ ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ.
അത് എന്തുകൊണ്ടെന്നാൽ സാധാരണ മനുഷ്യർക്കെല്ലാം ഭഗവാന്റെ ശരീരം നമ്മളെപ്പോലെ ഭൗതികമാണെന്ന് തെറ്റായി ധരിക്കുന്നു എന്നർത്ഥം. എന്നാൽ ഭഗവാന്റെ ശരീരം അതീന്ദ്രിയമാണ് എന്ന് മനസ്സിലാക്കാൻ വളരെ ചുരുക്കം ചിലർക്കേ സാധിക്കൂ എന്നർത്ഥം. പക്ഷെ അദ്വയം എന്ന പദം ആ വാദത്തെ തിരസ്കരിക്കുന്നു. അതായത് ഭഗവാന്റെ ശരീരം ഭൗതികമാണെന്നുള്ള വാദത്തെ തിരസ്കരിക്കുന്നത് അദ്വയം എന്ന പദം കൊണ്ടാണ് എന്നിവിടെ പറയുന്നു. ഭഗവാനിൽ ആത്മാവ് ശരീരം എന്നിങ്ങനെ ദ്വന്ദ്വ അവസ്ഥയില്ല. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും അതീന്ദ്രിയമാണ്. ഭഗവാന്റെ ശാശ്വതവും ദിവ്യവുമായ ശരീരം ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ആത്മാവും ശരീരവും ഒന്ന് തന്നെയാണ്, അതീന്ദ്രിയം തന്നെയാണ്. അത് ദിവ്യവുമാണ്, അത് ശാശ്വതവുമാണ് എന്നിവിടെ പ്രത്യേകം എടുത്തു പറയുന്നു. ശ്ലോകം 57 നോക്കാം. ചിരാമിഹ വൃജിനാർത്തസ്തപ്യമാനോ അനുതാപൈ അർവ്യദൃഷഡമിത്രോ അലബ്ധ ശാന്തി കഥചിത് ശരണദാ സമുപേദസ്ത്വദുത്പാദാബ്ജം പരമാത്മം ഭയാമൃത ശോകം പാഹിമാ അപന്നമീശ. അതായത് ഏറെ കാലമായി ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളാൽ പീഡിതനായി ഞാൻ വ്യസനിച്ചു. തൃപ്തിപ്പെടാനാകാത്ത എൻ്റെ 6 ശത്രുക്കളാൽ എനിക്ക് ശാന്തി കാണാനായില്ല. അതിനാൽ ഹേ അഭയദായക, ഹേ പരമാത്മൻ, എന്നെ രക്ഷിച്ചാലും. ഒരുവനെ ഭയത്തിൽ നിന്നും ശോകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന സത്യമായ അങ്ങയുടെ പാദങ്ങളെ ഭാഗ്യം കൊണ്ട് ആപത്തുകൾക്ക് നടുവിലും ഞാൻ സമീപിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ഭൗതിക ലോകത്ത് ദുഃഖാലയം അശാശ്വതമെന്നാ പറയുക. ഈ ദുഃഖാലയം അശാശ്വതമായ ഈ ലോകത്ത് നമ്മൾ പലവിധ കഷ്ടപ്പാടുകളിൽ കിടന്ന് സങ്കടപ്പെട്ടും ദുഃഖിച്ചും നരകിച്ചുമാണ് ജീവിക്കുന്നത്. കാരണം ഇത് ഓൾറെഡി ദുഃഖാലയം അശാശ്വതമാണ്. അശാശ്വതമായിട്ടുള്ള പെർമനന്റ് അല്ലാത്ത ടെമ്പററി ആയിട്ടുള്ള ഈ ഭൗതിക ലോകത്ത് നമ്മൾ ഓരോ ജന്മങ്ങൾ തോറും ഇങ്ങനെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടും അതിൻ്റെ ഇടയിൽ കിട്ടുന്ന വളരെ തുച്ഛമായ സന്തോഷവും അനുഭവിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നു. ഈ കഷ്ടപ്പാടിനിടയിൽ ഭഗവാന്റെ ദർശനം കിട്ടിയത് വളരെ ഭാഗ്യമായി എന്ന് മുചുകുന്ദൻ ഇവിടെ ഓർക്കുന്നു. മാത്രമല്ല, എന്ത് വരം വേണമെന്ന് ആവശ്യപ്പെട്ട ഭഗവാനോട് അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ അഭയം അല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല എന്നും മുചുകുന്ദൻ പറയുന്നു. ഹരിബോൽ ഹരേ കൃഷ്ണ. ശ്ലോകം 58 നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച സാർവഭൗമാ മഹാരാജ മതിസ്തേ വിമലോർജിത വരൈ പ്രലോഭിതസ്യാപി നാകാമൈർവിഹതായത. അതായത് പരമപുരുഷൻ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഭഗവാൻ പറയാണ്, അല്ലയോ മുചുകുന്ദ, ഹേ സർവഭൂമിക്ക് അധിപനായ മഹാരാജാവേ, അങ്ങയുടെ മനസ്സ് നിർമ്മലവും ശക്തവുമാണ്. അങ്ങയെ വരങ്ങളാൽ പ്രലോഭിപ്പിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടും ഭൗതിക മോഹങ്ങളാൽ അങ്ങയുടെ മനസ്സ് കീഴടക്കാനായില്ല. അപ്പോൾ ഇവിടെ ഭഗവാൻ മുചുകുന്ദനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അല്ലയോ മുചുകുന്ദ, എന്ത് വരം വേണമെങ്കിലും ഇപ്പോൾ സാധിച്ചെടുക്കാവുന്ന സ്ഥിതിക്ക്, നീ ഭൗതികമായിട്ടുള്ളതൊന്നും ആഗ്രഹിക്കാത്ത സ്ഥിതിക്ക് നിന്റെ മനസ്സ് വളരെ ശാന്തമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നിവിടെ നമുക്ക് മനസ്സിലാവുന്നു. ശ്ലോകം 59 നോക്കാം. പ്രലോഭിതോ വരയ്യതോമപ്രദായ വിദിതത് നാധീരേകാന്ത ഭക്താനാം ആശീർഭിർദിപ്യതേ ക്വചിത്. അതായത്, അല്ലയോ രാജാവേ, അങ്ങ് പ്രലോഭനങ്ങളിൽ കുടുങ്ങി വഞ്ചിതനാവുകയില്ല എന്ന് ഇതിലൂടെ തെളിയിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ പല പല വരങ്ങൾ ആവശ്യപ്പെടാൻ മുചുകുന്ദനോട് പറഞ്ഞത്. അതിനുവേണ്ടിയാണ് ഭഗവാൻ ശ്രമിച്ചത് എന്നറിയുക. എൻ്റെ ശുദ്ധഭക്തരുടെ ബുദ്ധി ഒരിക്കലും ഭൗതികമായ ആഗ്രഹങ്ങൾ കൊണ്ട് വ്യതിചലിക്കപ്പെടുകയില്ല എന്ന് ഇപ്പോൾ മനസ്സിലായി എന്ന് ഭഗവാൻ പറയുന്നു. പരമഭക്തർ അങ്ങനെയാണ്. ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ അല്ലാതെ മറ്റൊന്നും ഭൗതികമായിട്ടുള്ളതൊന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിക്കുകയും നൽകുകയും ചെയ്യും ഒരു ഭക്തന്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ആഗ്രഹിക്കേണ്ട, അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട, അല്ലെങ്കിൽ വരം നേടേണ്ട ആവശ്യമില്ല എന്നും ഇവിടെ മുചുകുന്ദന്റെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ബോധ്യമാകുന്നു. ശ്ലോകം 60 നോക്കാം. യുഞ്ജന്നാനാം ഭക്താനാം പ്രാണായാമാദിഭിർഭിന്നാം അക്ഷീണാവാസനം രാജൻ ദൃശ്യതേ പുനരുദ്ധിതം. അതായത് പ്രാണായാമം തുടങ്ങിയവയിൽ മുഴുകിയിരിക്കുന്ന അഭക്തന്മാരുടെ മനസ്സുകളിൽ ഭൗതിക ആസക്തികളുടെ വാസന പൂർണ്ണമായി മാഞ്ഞു പോകുന്നതിനില്ല. അതിനാൽ ഹേ രാജാവേ, അങ്ങയുടെ മനസ്സുകളിൽ വീണ്ടും ഭൗതിക ആസക്തികൾ ഉദിച്ചു ഉയരുന്നതായി കാണാം. അപ്പൊ ഇവിടെ പറയുന്നത്,
അഷ്ടാംഗ യോഗയില് പ്രാണായാമം, ആസനം, നിയമം, പ്രത്യാഹാരം എന്ന് പറയുന്ന ആ 8 പ്രോസസ്സിലൂടെ നേടുന്ന സമാധി പൊസിഷനിൽ എത്തിയാൽ പോലും ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ അഭയം തേടാനുള്ള ഒരു മനസ്ഥിതിയിൽ എത്തിച്ചേരുന്നില്ല. കാരണം സമാധി പൊസിഷനിൽ എത്തുന്ന ഒരു അഷ്ടാംഗ യോഗി ഭഗവാൻ എന്നിലുമുണ്ട് നിന്നിലുമുണ്ട് എന്ന തിരിച്ചറിവ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എല്ലാവരിലും കുടികൊള്ളുന്ന ഐശ്വരീയ ശക്തിയെയാണ് അഷ്ടാംഗ യോഗികൾ തിരിച്ചറിയുക. അതിനെയാണ് പരമാത്മാ റിയലൈസേഷൻ എന്ന് പറയുക. ആ പരമാത്മാ റിയലൈസേഷൻ നേടിയ ഒരു അഷ്ടാംഗ യോഗിക്ക് പോലും ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ സ്മരിക്കുവാൻ സാധിക്കില്ല. എന്നാൽ പരമഭക്തനായിട്ടുള്ള നിഷ്കാമ കർമ്മം ചെയ്യുന്ന ഒന്നും തന്നെ ഭൗതികമായി ആഗ്രഹിക്കാത്ത ഒരു പരമഭക്തന് എല്ലായ്പ്പോഴും ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ആശ്രയിക്കാനാണ് മനസ്സുണ്ടാവുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശ്ലോകം 61 നോക്കാം. വിചരസ്വമഹീം കാമം മയ്യാവേശിത മാനസ അസ്ത്വേവം നിത്യദാതുഭ്യം ഭക്തിർമയന്യപായിനി. അങ്ങനെ ഭഗവാനിൽ ഉറപ്പിച്ച മനസ്സുമായി യഥേഷ്ടം നീ സഞ്ചരിച്ചു കൊള്ളുക. ഇതുപോലുള്ള അചഞ്ചലമായ ഭക്തി നിനക്ക് സദാ എന്നിൽ ഉണ്ടാവട്ടെ. അങ്ങനെ ഭഗവാൻ ആ വരം മുചുകുന്ദന് നൽകുകയാണ്. എന്തെന്നാൽ എല്ലായ്പ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഇപ്പോൾ മുചുകുന്ദന് ലഭ്യമായിരിക്കുന്നു. ശ്ലോകം 62 നോക്കാം. ക്ഷാത്രധർമ്മസ്ഥിതോ ജന്തൂന്യവാധീർമൃഗയാദിഭി സമാഹിതസ്തപസാ ജഹ്യീകം മധുപാശ്രിത. അതായത് ക്ഷത്രിയ ധർമ്മത്തിന് അനുയോജിതമായി നീ അനേകം ജീവജാലങ്ങളെ വേട്ടയ്ക്കിടയിലും മറ്റു കർമ്മങ്ങൾക്കിടയിലും കൊന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായതായ പാപങ്ങളെ നീ ഭഗവാനിൽ ശരണം പ്രാപിച്ചത് കൊണ്ട് സൂക്ഷ്മമായ തപസ്സിനാൽ ഇല്ലായ്മ ചെയ്യുക. അപ്പോ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ അഭയം തേടിയാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും ഇല്ലാണ്ടാകും എന്ന് ഇവിടെ മുചുകുന്ദനിലൂടെ വ്യക്തമാകുന്നു. ശ്ലോകം 63 നോക്കാം. ജന്മന്യനന്തരേ രാജൻ സർവഭൂത സുഹൃത്തമാ ഭൂത്വാ ദ്വിജവരസ്ത്വം വൈ മാമുപേക്ഷ്യസി കേവലം. അതായത് അല്ലയോ രാജാവേ, അടുത്ത ജന്മത്തിൽ തന്നെ അങ്ങ് എല്ലാ ജീവജാലങ്ങൾക്കും അഭ്യുദയകാംക്ഷിയായ ഉത്തമ ബ്രാഹ്മണനാവുകയും നിശ്ചയമായും ഭഗവാനെ പ്രാപിക്കുകയും ചെയ്യും എന്നിവിടെ ഭഗവാൻ തീർച്ചയായിട്ടും അനുഗ്രഹം നൽകുന്നു. അങ്ങനെ അല്ലയോ രാജാവേ മുചുകുന്ദന് ഈ ഒരു ജന്മത്തിൽ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ മനസ്സൂന്നിക്കൊണ്ട് കഠിന തപസ്സിൽ ഏർപ്പെട്ടാൽ തീർച്ചയായും അടുത്ത ജന്മം ഭഗവാന്റെ ധാമത്തിൽ തിരിച്ചെത്തുവാൻ സാധിക്കും എന്ന് ഇവിടെ അനുഗ്രഹം നൽകുന്നു. ഭാവാർത്ഥം നോക്കാം. ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ 5-ാം അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. അതായത് എല്ലാ ജീവജാലങ്ങളുടെ അഭ്യുദയകാംക്ഷിയായി എന്നെ അറിയുന്നവന് ശാന്തി ലഭിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മായാസമുദ്രത്തിൽ നിപതിച്ച ബദ്ധാത്മാക്കളെ രക്ഷിക്കാൻ ഭഗവാനും അദ്ദേഹത്തിന്റെ ശുദ്ധഭക്തന്മാരും ഒന്നിച്ച് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് തന്നെയാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ ശരിയായ ഉദ്ദേശവും. ഹരിബോൽ, ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത അധ്യായം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദയവായി ഇത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു.